ഈ പടത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ഇനി അഥവാ എന്തെങ്കിലും സാമ്യം തോന്നുകയാണെങ്കിൽ യാദൃശ്ചികം മാത്രം. മക്കൾ സൂപ്പർ സ്റ്റാർ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം. ബൂസ്റ്റ് ഓഫ് ഓൾ ടൈം ബോണ്ടിന്റെ ആദ്യ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. ലോകമെമ്പാടും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞു വരുന്നില്ല. ഞാൻ അതൊക്കെ തന്നെയാടാ പ്രതീക്ഷ. ഇടയിൽ ഇതുപോലത്തെ FTFs ഒന്നും കാണത്തില്ലടാ. സച്ചിൻ എന്ത് വരാത്ത? അവന് ബുദ്ധിയുണ്ട്. ஐயா என்ன படம் இதுதான் படம் ஐயா. பொம்மால 1000 கோடி படம் ஐயா. பிளாக் பஸ்டர் தலைவர் எங்க ஐயாடா. നീ ഇവിടെ നീ പോയി റിവ്യൂ ഉണ്ണിക്കുട്ട നീയല്ലേ, നീ പോയി അങ്ങ് റിവ്യൂ പറഞ്ഞത്. എന്നെ കിട്ടത്തില്ല, ഞാൻ നോർമൽ ഫാൻ. ഇത് മാസ് പടം അണ്ണൻ അങ്ങനെ പറയില്ലേ. ചേട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ പടം കൊള്ളാം കുഴപ്പമില്ല. ചേട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ പാത്തിട്ട് ഞാൻ പറയും. Oh yeah, well, when you talk about the expectation of the movie, there is no meat in there. The movie only was the arranged Gemini man, and the VFX of the songs are not very engageable, and only the some performance are some good and all that. Annan was the elevation of the movie. രാവിലെ ടിക്കറ്റും ബുക്ക് ചെയ്ത് നീ എവിടെ പോയി കിടന്നു? ഉറങ്ങിപ്പോയടാ. ഉറങ്ങിപ്പോയെന്നാ? പടം ഫ്ലോപ്പാണ്, ഞാൻ അറിഞ്ഞു. ഒരു എക്സൈറ്റിംഗ് ആൻഡ് സർപ്രൈസിംഗ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ബോയ്സ് ഗ്യാങ്ങിലെ ആദ്യത്തെ കല്യാണം സെറ്റ് ആയിട്ടുണ്ട്. ശരിക്കും കൺഗ്രാജുലേഷൻസ്. എൻ്റെ ഒന്നല്ലടാ, നീയല്ലേ പിന്നെ ആരാ? നീയാണോ ആനന്ദേ? ഞാനൊന്നുമല്ല. ശരത്തെ അജയപ്പ നീയോ അല്ല? ഞാനല്ല. നീ ആരെ കുറിച്ച് പറയണേ? ആരുടെ ആയിരിക്കും? ഇനി എൻ്റെ അല്ലാണോ? അമ്മ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ആ ബെസ്റ്റ്, ഇവിടെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞു. അതാര്? എന്നത് നോക്കണം. നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാള്, പക്ഷെ ഇപ്പൊ ഇല്ല. അജയ് ഹരിയാണ. ഓ അവൻ തന്നെ. എന്റെ മോൻ അവനാ? ഉമ്പോ ഹരിയാ? പക്ഷെ ട്വിസ്റ്റ് അതല്ല, പെണ്ണും നമ്മുടെ ക്ലാസ്സിൽ നിന്നാണ്. പറ, ആര്? പേര് പറ. പെണ്ണെന്ന് പറയടാ. എടാ അതാര്? പറ. ആര്? എടപ്പില് പറയടാ. ഐശ്വര്യലക്ഷ്മി KG. എന്തെങ്കിലും പറയാൻ പറ്റിയാൽ മതിയായിരുന്നു. നമ്മളേതാ ഇയർ? സെക്കൻഡ് ഇയർ. ആ, ഈ വർഷം നീ പ്രപ്പോസ് ചെയ്താൽ നിനക്ക് കിട്ടും, ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടും. എന്നെയാണ് നിന്നെ? ഹരി, ആ എന്നെ. ഒന്നിങ്ങ വരോ? ഓ ഹരി എന്നെ കൂടെ. ഓ എന്തു പറ്റി ഐശ്വര്യ? ഹരി സോങ്ങിന് പേര് കൊടുത്തിട്ടുണ്ടോ? കൊടുക്കണോ? കൊടുക്കാം. ആ, ഞാനും കൊടുത്തിട്ടുണ്ട്. ഓഡിഷനൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടോ. ആ അതൊക്കെ നല്ല കഴിവുള്ളവർക്ക് കയറി വരണം, അല്ലെങ്കിൽ സീനിയേഴ്സ് എല്ലാം കൂടെ പേരോട് നശിപ്പിക്കും. ഹരി, ഞാൻ പാടുന്ന പാട്ടൊന്ന് കേക്കോ? അയ്യോ, ഹലോ, എന്താണ്? ദൈവമേ, അവനെ കാത്തോളണേ. ഇവരൊക്കെ തോടൊപ്പം ഭാര്യ നമുക്ക് അങ്ങോട്ട് മാറിക്കാം. ഒരുപാട് മാറിയിക്കണ്ട കേട്ടോ. ഇവ എവിടെ കൊണ്ടാണ്? പാടട്ടെ. Nice to meet you. Where you been? I could show you incredible things. Magic, madness, heaven, sin. Saw you there and I thought, oh my god, look at that face. You look like my next mistake. കുറച്ചുകൂടെ സിമ്പിൾ ലിറിക്സ് പോരെ? സെലക്ട് ആവണ്ടേ ഹരി? ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതിന് ഓരോന്നും വരുത്തണ്ട. ഞങ്ങളുടെ ബാഡ് ആസ് ബാർബീസിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണത്. തോന്നുന്നു അതാണ് നമ്മുടെ ഗ്യാങ്. അതെ ശരി. ഒരു കാര്യം പറയാണ്ട്, നമ്മുടെ ഇവന്റ് മൺഡേ അല്ലേ? ഞാൻ വേണമെങ്കിൽ സാറ്റർഡേ വീട്ടിലോട്ട് വരാം പ്രാക്ടീസിന്. വേണ്ട, ഒത്തില്ല. സൺഡേ വന്നാ മതി. അതാകുമ്പോ ഡാഡി വീട്ടിൽ കാണത്തില്ല.
അപ്പൊ ശരി, ബൈ. നീ പറഞ്ഞു തന്നീ ഇല്ലടാ, സമയം കിട്ടണ്ടേ? പിന്നെ ഇത്ര നേരം തന്നെ വിളിപ്പിച്ചെന്തിന്? അവളെ കച്ചേരി ഏൽപ്പിക്കാനാ? Nice to meet you. Where you been? I could show you incredible things. Magic, madness. കച്ചേരി ഏൽപ്പിക്ക. എന്തോന്ന്? എടാ, അവളി ഫെസ്റ്റിന് പാടാൻ പറ്റിയ ഒരു പാട്ട് ഏൽപ്പിച്ചെന്നേ. മോഡേൺ മ്യൂസിക് ആയിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. എടാ, നീ ഞായറാഴ്ച പടത്തിനായിരുന്നോ? ഏയ്, സൺഡേ പറ്റില്ല. സൺഡേ ഒരു പരിപാടി ഉണ്ട്. അതെന്ത്? ഫാമിലി ആയിട്ട് മൂകാംബിക വരുമെന്ന്. സിംഗിൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞെങ്കിലേ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടെ ആവാം. ഏത്? ഇങ്ങനെ പറയും, മഴയില്ലേ? നിനക്കല്ലേ ഇഷ്ടം? നിനക്ക് പോയി പറഞ്ഞാൽ പോരെ. നീ എന്തിനാ അവനായിട്ട് മെനക്കെടുത്താൽ ഒരു പൊടിക്ക് അടങ്ങ്. ഞാൻ ഉറപ്പായിട്ടും പറയും, എന്നെ വിശ്വസിക്കില്ലേ? അളി രഞ്ജ് പറയും, എന്തായാലും ഞാൻ സെറ്റ് ചെയ്യും. തേനീച്ചക്കൂട്ടം പോലെ വന്നിട്ടുണ്ട് ഓരോരുത്തന്മാർ. കണ്ണിലോ എന്നെ കാണുന്നില്ലേ പ്രേമ പൂങ്കുയിലെ ഇപ്പോഴാകുമ്പോൾ മദറിലോ കൂടെ ഉണ്ട്. ലീഗിൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാം. പോയി കാലി ഇപ്പൊ തന്നെ പിടിച്ചിരുന്നു. ഇതിലാരാടാ ആനന്ദ്? ആന്റിക്ക് ഹായ് പറയടാ. ആനന്ദ്, നിന്റെ പഴയ മറ്റേ ദൈവത്തോറൊപ്പൊന്നും പറയില്ല, അവൻ സീനാവും. ഓ, ഓക്കെ. ഇതൊക്കെ ലൈഫിൽ ഒരു ചാപ്റ്റർ ആയിട്ട് കണ്ടാൽ മതി. മൈ ഡീപ്ലി കൺസൾട്ട്. ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഗൂഗിൾ പേ, ആ തെണ്ടി നമ്മൾ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവനില്ലേ, നമ്മളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പിൽ വരെ അവനെ നമ്മളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നീ എങ്ങനെ അറിഞ്ഞത്? അവന്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു സീക്രട്ട് ഏജന്റ് ഉണ്ട്. അതാര്? വേറെ ആര്? സുരേന്ദ്രൻ, അവന്റെ അച്ഛൻ. ഓ, കല്യാണത്തിന് തുണി എടുക്കുന്ന തൊട്ട് തുണി മാറുന്ന വരെ അവന്റെ അച്ഛൻ ട്രെയിൻ കണക്കല്ലേ സ്റ്റാറ്റസ് ഇട്ട് വെച്ചേക്കും. അയ്യോ, നമ്പർ ഉണ്ട് എന്താ എൻ്റെ കയ്യിൽ? ഓ, പണ്ട് സ്കൂളിൽ വെച്ച് തന്നതാ. ഡേയ്, നിനക്ക് വിഷമമുണ്ടാ? അയ്യേ, എനിക്കെന്ത് വിഷം, പോടാ. അല്ല, നിങ്ങള് ഷഡ്ഡിയുടെ കാലം തൊട്ട് കൂട്ടുകാരല്ലേ? അതിന് അവനല്ലേ നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയത്. എടാ, നമ്മളെ ആരെയും വേണ്ടെന്ന് നോക്കി എന്തായിരുന്നു പ്രശ്നം? അടുത്ത കളി തൊട്ടേ ടെർഫിന്റെ പൈസ നീ ഇടണ്ട. നീ ഒന്ന് എതിർ ടീമിൽ കളിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഗോളും കിട്ടും, ഒരു എന്റർടൈൻമെന്റ് ആവും. ഇനി 3 ഗോളും കൂടെ അടിച്ചു കഴിഞ്ഞാൽ സെഞ്ചുറി ആയി സെഫ് ഗോളിൽ. അത് വേണ്ട, ഇവന്റെ അച്ഛൻ സുരേന്ദ്രനെ കൊണ്ടുവന്നല്ലേ, അങ്ങനെ പുഷ്പം പോലെ അടിച്ചിട്ടില്ലേ നമുക്ക് 2 ഗോള്. സുരേന്ദ്രനെ വിളിച്ച് 2 ജവാനും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഇതിലും കൂടുതൽ ഗോളടിക്കും. നിനക്കൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടി എല്ലാം കളിക്കാൻ വിളിക്കണേ. കളിക്കാനൊക്കെ നല്ല വേറെ ആൾക്കാർ കിട്ടൂടാ. നിങ്ങൾ നോക്ക്. എടാ ഹരി, എടാ നീ സീരിയസ് ആയാ? ആ, അത് ശരി. കളിയാക്കണ സീനെങ്കിൽ ഞാൻ പണ്ടേ നാട് വിട്ടു പോണ്ടേ. ഹരീനെ എനിക്ക് പണ്ടേ അറിയാം. അവൻ പണ്ടേ സെൻസോഡൈനല്ല, ക്ലോസപ്പ്. ഇതാണ് ഇവൻ വാർക്കാത്ത. ആ, അതെനിക്ക് പണ്ടേ അറിയാം. അല്ല, അപ്പൊ കല്യാണത്തിന് പോകണ്ടേ? പിന്നെ പോണം. അയ്യ, വിളിക്കാത്ത എല്ലായിടത്തിനൊന്നും എന്നെ കിട്ടത്തില്ല. ആന്റി, നിന്നെ ആര് കൊണ്ടുവന്നു? ഞങ്ങൾ പോകുന്ന കാര്യം പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. നിന്റെ വീട്ടിൽ വന്ന് കുറിയടിച്ചല്ലേ വിളിച്ചത്? ആടാ തന്നെ, നിനക്കെന്ത് കാണണോ? ഇത് കൊണ്ടാണ് വീട്ടിട്ട് പോയത്. നിർത്ത്. നീയൊക്കെ ഇങ്ങനെ പറഞ്ഞു ഓരോരുത്തന്മാർ മനസ്സായിക്കൊണ്ടിരിക്കുക. ശരി, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. അല്ല, ഇപ്പൊ പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? അവനെ മാക്സിമം നാണം കെടുത്തണം. ഡേ, നിക്കി, അത്ര വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട. അവന്റെ കല്യാണമല്ലേ, ഇത് മതി. അപ്പൊ ഇനി നമുക്ക് പോവാം. ചിലങ്ങി ഞെട്ടണമാവും നമ്മളെ കണ്ടു. ഇൻട്രസ്റ്റ്, ബട്ട് ഫോട്ടോ എടുക്കണം, എന്നാലേ ചോദ്യം വരും. ബ്രില്യന്റ്. ഇവന് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? ഫോട്ടോ എടുത്തിട്ടേ നമ്മൾ ഇറങ്ങുന്നു. Hi, Sanjay.
യെസ് യെസ്, യു ആർ കമ്മിങ് ടു ദ പോയിന്റ്. അവിടെയാണ് നമ്മൾ മാക്സിമം മലമ്പേണ്ടത്. ചോറി കല്ലി 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 കല്ലി, ഇത് കണ്ട നോക്കി കഴിയിടാ അങ്ങോട്ട്. പാൽപ്പായസോ പാലാ തൈര എന്തോന്നിത്? നിങ്ങളെന്തോ നോക്കണം? അടപ്പായസം വന്നില്ല മക്കളെ, അടപ്പായസം. നമ്മളൊരു കാര്യം ചെയ്തു, അത് അട എന്നിട്ട് എടുത്ത് മോന്ത്, അപ്പം അടപ്പൈസ വിളമ്പാൻ അറിയാന്നുള്ള ആരെങ്കിലും പിടിച്ചിട്ട് മക്കളെ, എങ്ങനെയെങ്കിലും വിളമ്പിട്ട് പോയാലെങ്ങനെ? തുണിയേക്കോല കോൽക്കളി കളിക്കാൻ കൊള്ളാം, എന്താ എന്നിട്ട് പോലുമില്ല. ഡേ നിർത്ത്, നല്ല ബെസ്റ്റ് റിവെഞ്ച്. ഞാനൊന്നുമില്ല, ഞാൻ പോണം. മൊത്തം കേട്ടിട്ട് പോടാ. ഡേ കേൾക്കാൻ എന്തിരിക്കുന്നു? അവിടെ ചെന്ന് ഞാൻ സെക്യൂരിറ്റി ബംഗാളി എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റും. പിന്നെ അവൻ്റെ അച്ഛൻ സുരേന്ദ്രൻ, അങ്ങനെ അറിയാലോ. സുരേന്ദ്രൻ മാമൻ നാടൻ പട്ടിക്ക് ഷൂസ് ആടേ. എന്താ ഭായി ഇത്തന ലേറ്റ് करती അകത്ത് കാമേ ജാവോ ജാവോ ജാവോ. ഓക്കെ ജാവോ ജാവോ ജാവോടാ. അങ്ങേര് പിടിച്ച് വിളമാൻ നിർത്തും, ഞാനൊന്നുമില്ല. അത് ശരിയാണ്. ഡാപ്പം കല്യാണം എന്ന് അതിന് അവൻ്റെ ഇപ്പോഴത്തെ ആരെങ്കിലും സ്റ്റോറി ഇടണം, അല്ലെങ്കിൽ സുരേന്ദ്രൻ തന്നെ ഇട്ടാലേ പറ്റുള്ളൂ. അപ്പോഴേ പറഞ്ഞത് ഒന്നും വേണ്ടെന്ന്. ഇത് വലിയ ശല്യമല്ല. ഈ സ്റ്റോറി ഉണ്ടായിരുന്നോ നീ? ഞാൻ കണ്ടു. അവന്മാർ കണ്ടു കഴിഞ്ഞാൽ തീർന്നു. സ്റ്റോറി എടാ അവൻ്റെ ഓഫീസിലുള്ള ഏതോ ന്യൂസിലാണ് കേട്ടോ. എന്തുവാടേ ഇത്? രണ്ടെണ്ണത്തിലെ സാമ്പാറാണ് വെച്ചേക്കണേ. എടാ ഹൽദി എന്നാണേ കല്യാണം നാളെ. നീ അജയനൊന്ന് വിളിച്ചു നോക്ക്. രാവിലെ തന്നെ ഇതൊക്കെ കണ്ട് മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. എടാ ആനന്ദ എവിടെ? അവൻ്റെ അപ്പുറത്തിരിപ്പുണ്ട്. രാവിലെ തന്നെ എന്തൊക്കെ മോട്ടിവേഷൻ കയറിയതോ പടം പിടിച്ചിറങ്ങണമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ട്. അങ്ങനെ 4 വർഷത്തെ പ്രണയം ഒരു സ്വപ്നം പോലെ. എഴുതണോ അവൻ? ഡേയ് നീ ഒന്ന് പോയി നോക്കിയാണ്. പോടെ, അവനതിനുള്ള ബുദ്ധിയൊന്നുമില്ല. അല്ല നിൽക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ആനന്ദിന്റെ സ്വന്തം ഐശ്വര്യ അവനെ മറന്നു പോവുകയാണ്. ഓ വേട്ട ഒറിജിനൽ പേരൊന്നും വേണ്ട. പെണ്ണ് പോയെണ്ണ് പടം പിടിക്കാൻ ഇറങ്ങിക്കോളൂ ഓരോരുത്തന്മാർ. ശരത്തിന്റെ സ്വന്തം ശ്രീലക്ഷ്മി. എല്ലാത്തിനും കഥ എന്തരടി ഇത്? എന്ത്? ഒന്നുമില്ല, നീ എഴുതിക്കോ, ഞാൻ എന്തെങ്കിലും കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ബഡ്ജറ്റ് ഇത്തിരി കൂടാൻ ചാൻസ് ഉണ്ട്. നീ പോടാ, അവൻ്റെ എവിടെ ചിരിച്ചില്ലെന്ന് പറഞ്ഞിരിപ്പുണ്ട്. കല്യാണം എന്താണെന്നറിഞ്ഞാ? ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ പൊന്മുടി കെട്ടിക്കൊട്ടിക്കേറും താളം. ഇത് മുഴുവൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വെള്ളിത്തേരാണേ. നിങ്ങളെന്തെല്ലാവരും ചത്തുത്തിരിക്കുന്നത്? ആരും കല്യാണത്തിന് പോകണില്ലേ? ഏത് കല്യാണത്തിന്? ഹരിച്ചേട്ടൻ്റെ. അത് നിന്നെ വിളിച്ചാ? ഓ നിങ്ങളാരെയും വിളിച്ചില്ല. ഓ ശരിയാണ്, അതുകൊണ്ടാണ് നിങ്ങളവിടെ ആരും കാണാത്ത. അല്ല താങ്ക്സ്. നീ ഇതിപ്പോൾ ഇറങ്ങിപ്പോയി പറയാതെ. ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ പോയി കാണുന്നു. റിസപ്ഷന് പോകണ്ടേ? പിന്നെ പോണ്ടേ? പോണ്ടേ? അല്ല നിന്നെങ്ങനെ വിളിച്ചത്? ഞാൻ പുള്ളിക്കാരൻ്റെ ജൂനിയർ ആയിരുന്നില്ലേ? ഓ അങ്ങനെ. പിന്നെ എൻ്റെ അവിടെയാണ്. എന്ത്? എൻ്റെ ആള് പുള്ളിക്കാരൻ്റെ ഓഫീസിലാണ്. ഡാ അവൻ്റെ ലൈന്. ഡേയ് നീ സെറ്റാ? ഡേ യുവമാർക്കൊക്കെ ഒരു ലൈനും 2 ബെസ്റ്റ് ഇല്ലെങ്കിൽ അപ്പം ഡിപ്രഷന്. ചേട്ടാ ആ പറഞ്ഞ ശരിയായില്ല. എനിക്ക് ആ ഒരു ഒറ്റ ഒരാളേ ഉള്ളൂ, എല്ലാ പയ്യന്മാരെ പോലെ അല്ല ഞാൻ. ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ, നീ അത് കാര്യമൊക്കെ 2 റീൽ അയച്ചിട്ടുണ്ട്, നോക്ക്. ഭയങ്കര ഓക്കെ അയ്യോ സംസാരിച്ച സമയം പോയി, റിസപ്ഷന് പോകണം. അപ്പോൾ ശരി, നിങ്ങൾ സംസാരിച്ചൊക്കെ ഇരിക്കും, ഞാൻ പോകണം. കൂട്ടത്തിലൊരുത്തൻ്റെ ഫസ്റ്റ് കല്യാണമല്ലേ, മിസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഫാമിലി, പിന്നെ നാട്ടുകാർ, എല്ലാവരും ഉള്ളൊരു മൊമെൻറ്റ്. പിന്നെ അന്നൊക്കെ കോളേജിലുണ്ടായിരുന്ന മെമ്മറീസ്, വൈബ്. ഡിഗ്രി കഴിഞ്ഞും അതൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അങ്ങനെ കിട്ടുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, പ്രൈസ്ലെസ് ആണ്. ഈ തിരക്കും
സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ ഉള്ള സമയത്ത് ഓർത്ത് വയ്ക്കാനും എൻജോയ് ചെയ്യാനും നമ്മളെപ്പോലുള്ള പയ്യന്മാർക്ക് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. കെട്ടി കുടുംബമൊക്കെ ആവുന്നതൊക്കെ സന്തോഷം തന്നെയാണ്. എങ്കിലും അവരുടെ ലൈഫിൽ ഇനി നമ്മളില്ല എന്ന് ഓർക്കുമ്പം ഇപ്പൊ കൂടെയുള്ളവരെങ്കിലും വിട്ടുപോകും. കല്യാണപ്രായിട്ട് ഇതുവരെ ഒരുത്തി പോലും സെറ്റ് ആയില്ല എന്നാലേക്കുമ്പോ ഞാൻ എന്ത് പാപം ചെയ്തില്ലേ? മൈൻഡ് വോയിസിലെങ്കിലും എത്തിയൊന്ന് സ്വസ്ഥതാടെ. സോറിടാ, യു കണ്ടിന്യൂ. ഹൃദയം ഇതെന്തോ മുറിയും അഴലിൽ വെന്താലും മകനെ പുരവേ എന്നാലും നിങ്ങൾ അത് ആലോചിച്ചിരിക്കുവാണോ? ഇതുവരായിട്ടും വിട്ടില്ലേ? ഷഡാവാതെ അടുത്ത സതികളെ വപ്പ് ഇവിടെ ഇരിക്കില്ലേ? ഡേയ് പലരും വിളിച്ചിട്ട് വീട്ടിൽ കയറി ഒന്നും വരല് കേട്ടാ. എടാ ഞാനൊന്നുമല്ല. പിന്നാരി സച്ചിന് ഒന്നും പറഞ്ഞില്ലേ? ഓ സച്ചിൻ എന്ത് വരാത്ത? നീ ഇവിടെ പോയി കേട്ടോ, ഉറങ്ങിപ്പോയടാ. ഇതല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഇല്ലേ? ഹരിയുടെ കൊച്ചിന് ഇപ്പോൾ 2 വയസ്സ്. സാർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെമ്പർഷിപ്പിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുക. പ്രീമിയം മെമ്പർഷിപ്പ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ സാർ? ഈ 5 വർഷം എൻ്റെ സമ്പാദിച്ചൊന്നും പോരല്ലേ? അയ്യോ അങ്ങനല്ല സാർ. എന്റെ പൊന്നു വെച്ച് ജാതി മതമൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. സാർ, സാറിന് അതൊരു വിഷയമായിരിക്കത്തില്ല, പക്ഷെ അവർക്ക് അതാണ് വിഷയം. മാത്രമല്ല ഈ ഒക്കുപ്പേഷൻ ഒരു ഇഷ്യൂ ആണ്. ഈ പാരൻസിന് യൂട്യൂബർ എന്നൊക്കെ കേൾക്കുമ്പോ പൊതുവെ യൂട്യൂബ് സിനിമ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ കഞ്ചാവ് പെണ്ണുപിടി എന്നൊക്കെ പറഞ്ഞാണ് റിജക്റ്റ് ആവുന്നത്. ദേവച്ച് അനാവശ്യം പറയരുത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വീട്ടിലുള്ള എന്റെ കല്യാണം ഉറപ്പിച്ച് ഞാൻ കെട്ടുന്നവരെ അവന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പോലും. ചിരിക്കുന്ന പറയടാ. ആര്? സച്ചിൻ. എടാ ഈ വരുന്ന 28-ാം തീയതി എന്റെ കല്യാണമാണേ. ഒരു ഗവൺമെന്റ് ഐറ്റിക്കാരനെ സമ്പാദിക്കുന്നതിൽ കൂടുതൽ ഞാൻ സമ്പാദിക്കുന്നുണ്ട്. ഒരു പെണ്ണിന് വേണ്ടി അതൊക്കെ വിട്ടുകളയണമെന്നാണോ? വിട്ടുകളയണം. സിഗ്മ കളിച്ച് നടക്കുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. എന്തായാലും നീ വിളിച്ചല്ലോ, സന്തോഷോടാ. വരണേടാ, തലേന്നെത്തിക്കോണേ. അല്ല അപ്പം നിന്റെ ചേട്ടനാ? എന്റെ ചേട്ടനാ. അവന് പെട്ടിട്ട് എനിക്ക് കെട്ടാൻ പ്രതീക്ഷയൊന്നുമില്ല. നിവർത്തിയില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഇപ്പം 5 വർഷം നീ എൻ്റെ മാട്രിമോണി അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഞാൻ കെട്ടിക്കാണോന്ന് മറ്റാരെക്കാളും ആഗ്രഹിക്കുന്ന നീയല്ലേ? പോരുന്നു എൻ്റെ കൂടെ ഒരു ലൈഫ് ലോങ് ഫാമിലി വ്ളോഗ് എടുക്കാൻ. അത് മോശമായി പോടെ. അതും ചേട്ടൻ പെരേറി നിൽക്കുമ്പോൾ നീ ഇത് ചെയ്യാൻ പാടില്ല. പിള്ളേരെ നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളിങ്ങനെ കല്യാണമൊന്നും ആയില്ലല്ലേ? അനിയൻ്റെ ഫ്രണ്ട്സാ. പുവർ പീപ്പിൾ. പിന്നെ ചേട്ടാ 28-ാം തീയതി സച്ചിൻ്റെ കല്യാണമാണെന്ന് അറിഞ്ഞ്. 28-നല്ല, അവൻ്റെ പനാറിയാനോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. കൂടെ ഒരു ഏട്ടത്തിയമ്മയും. തൂക്കിയല്ലേ മാസം തന്നെ. ചേട്ടാ കീപ് ഇറ്റ് പ്രഗ്നന്റ് ആൻഡ് ഇറ്റ് ഇസ് ടെമ്പററി. ചേട്ടാ അത് കാര്യമാക്കണ്ട, ബുദ്ധിയില്ലാത്തോണ്ട. അല്ല അപ്പം നമ്മൾ വന്ന കാര്യം? അതകത്ത് സൂസിയുണ്ട്, അവിടെ ചോദിച്ചാൽ മതിയേ. സൂസിയാ? ഹായ്, മെമ്പർഷിപ്പ് എടുക്കാനാണോ? ഇതിലാർക്കാ മെമ്പർഷിപ്പ് ഉണ്ട്? എല്ലാവർക്കും വേണ്ടി. സൂസി ഈസ് മൈൻ.